ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണേട്ടൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷം കണ്ണേട്ടൻ്റെ ഈ മുഖത്തെ സന്തോഷം കാണുമ്പോൾ. അത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി. എന്നാലേ ദേ ഗോവിന്ദേട്ടാ, ആ സർപ്രൈസ് എന്താന്ന് എന്നോട് പറയാന്നേ. എന്ത്? 5 മണിക്ക് പറയാമെന്ന് പറഞ്ഞില്ലേ? അത് അയ്യടാ, അതിപ്പോൾ അറിയണ്ട, 5 മണിയാകുമ്പോൾ കേട്ടാൽ മതി. അത് ശരിയല്ല കേട്ടോ. ഇത്രയൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടും എന്നോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, എന്നോട് പറ കണ്ണേട്ടാ. വേണ്ട, ഇപ്പം പറയുന്നില്ല, പറയുമ്പോൾ അറിഞ്ഞാൽ മതി. അതെ, നമ്മുടെ കുഞ്ഞിനും കൂടെ ആഗ്രഹമാണ് അത് കേൾക്കാൻ. എന്നാലേ എൻ്റെ കുഞ്ഞിനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇതാക്കുക. ഈ സമയം ദേ നിൻ്റെ വീട്ടുകാരെ നമുക്കിത് അറിയിക്കണ്ടേ? നിൻ്റെ അമ്മയെ ഉടനെ വിളിക്ക്, പെട്ടെന്ന് തന്നെ അമ്മയെ ഈ വിവരം അറിയിക്കണം. അത് മൊബൈലിലൂടെ പറയുന്നതിനേക്കാളും നല്ലത് നേരിട്ട് പറയുന്നതല്ലേ കണ്ണേട്ടാ? നേരിട്ട് പറയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും. എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് പോവാം. ആദ്യം ചെമ്പകശ്ശേരിയിലേക്ക് പോവാം കണ്ണേട്ടാ. ചെമ്പകശ്ശേരിയിലേക്ക് പോയിട്ട് വിജയലക്ഷ്മി അമ്മയോടും രഞ്ജുവിനോടും കാര്യം പറയാം. എന്നിട്ട് മതി എൻ്റെ വീട്ടിൽ പോയി പറയാൻ. അത് കേട്ടതും ഓഹോ, ഇങ്ങനെയൊന്നും പറയില്ല ഗീതു, ചെമ്പകശ്ശേരിയിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നമ്മുടെ ഗീതു, അതേ ഇതെൻ്റെ മാത്രം ആഗ്രഹമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെയും കൂടെ ആഗ്രഹം. ദൈവമേ, ആദ്യം നിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു, ഇതിപ്പോൾ കുഞ്ഞിൻ്റെ പേരും കൂടി ആയില്ലേ? അത് കേട്ടതും എനിക്ക് എൻ്റെ ആ കാര്യങ്ങളൊക്കെ വിട്, പക്ഷെ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ 8 വട്ടം കറക്കുക ഗീതു. ഈ സമയം നമ്മുടെ ഗോവിന്ദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ കണ്ണേട്ടാ? ഏയ് ഒന്നുമില്ല, ഞാൻ 5 മണിയുടെ കാര്യം ആലോചിക്കുമായിരുന്നു. എന്താണേലും പറ കണ്ണേട്ടാ. ഈ ഗീതുവിനോട് രഹസ്യം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനേ ആരോടും പറയില്ല. അയ്യടാ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പറയില്ല എന്ന്. 5 മണി ആവട്ടേന്നേ, അതുവരെ ക്ഷമിക്കാൻ നിനക്ക് ക്ഷമയില്ലേ? 5 മണി ആയി കഴിയുമ്പോൾ നിന്നോടും ഇവിടെയുള്ള എല്ലാവരോടും പറയാം, അതല്ലേ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം ഗീതു എന്നാൽ ശരി, ഞാൻ കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഇതൊക്കെ കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഗീതുവിനും ഗോവിന്ദനും. ഇതേ സമയം രാധികയും വരുണിനെയുമാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യുമേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കാര്യം. ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. പ്രിയയ്ക്കും രേഖയ്ക്കും ഒക്കെ അറിയായിരുന്നു എല്ലാ കാര്യങ്ങളും, ഗോവിന്ദേട്ടനും ഗീതവും തമ്മിൽ ഒന്നിച്ചതും ആ കുഞ്ഞ് അവരുടേത് തന്നെയാണെന്നും ഒക്കെ. പക്ഷേ ഇവിടെ നമ്മളാണ് കോമാളികളായത്. ആ രഞ്ജുവും വിജയലക്ഷ്മിയും പുറത്തു നിന്ന് ചരടും വലിച്ചു കാണും. എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? ആ കുഞ്ഞ് ജനിക്കില്ല, ആ കുഞ്ഞിനെ ജനിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും രാധിക. അത് കേട്ടതും നമ്മുടെ വരുൺ രാധികയെ ഒന്ന് നോക്കുക. സത്യമാണ് വരുൺ ഞാൻ പറയുന്നത്, ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ അതിനെ ഞാൻ തീർക്കും എന്നും രാധിക പറയുക. അത് നല്ല ഐഡിയ. അങ്ങനെ അത് തീർന്നാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഗീതു എന്ന അവകാശി വന്നതേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അവരുടെ കുഞ്ഞും കൂടി ആയാൽ ഞാനത് എങ്ങനെ സഹിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാഞ്ചനയാണെങ്കിൽ എല്ലാവർക്കും ലഡ്ഡും കൊണ്ടുവരിക. അപ്പോൾ രാധികയും വരുൺ അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേ അയ്യപ്പണ്ണ, ലഡ്ഡു എല്ലാവർക്കും കൊടുക്കണം, അതുകൊണ്ട് ഒരെണ്ണം എടുക്കാനേ പാടുള്ളൂ. ഒന്ന് പോടി. ഇന്നേ എൻ്റെ ഗണപതി കുഞ്ഞ് കൊണ്ടുവന്ന സന്തോഷമാണ്, ഡബിൾ സന്തോഷം. അതുകൊണ്ട് ഈ അയ്യപ്പനാന ഇഷ്ടം പോലെ മധുരം കഴിക്കും എന്നും പറഞ്ഞ് 5-6 ലഡ്ഡു അങ്ങ് ഒരുമിച്ചെടുക്കുക. ഇനിയിപ്പോൾ തീർന്നു പോയാലും ഗോവിന്ദ് കുഞ്ഞ് മേടിച്ചു തന്നോളും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ലഡ്ഡു ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ എല്ലാവർക്കും കാഞ്ചന ലഡ്ഡു കൊടുക്കുക. അപ്പോൾ വരുണിൻ്റെ അടുത്തുണ്ടപ്പോൾ വരുൺ 2 എടുത്തു. അങ്ങനെ എടുത്തിട്ട് വരുൺ രാധികാമ്മയുടെ മുഖത്തേക്ക് നോക്കുക. മതി, ഒന്ന് മതി എന്നും പറഞ്ഞ് വരുൺ ലഡ്ഡു ഒക്കെ അവിടെ വെച്ചിട്ട് ഒരെണ്ണം മാത്രം എടുക്കുക. ഈ സമയം രാധികാമ്മയും ഒരെണ്ണം എടുക്കുകയാണ്. അങ്ങനെ ഒരു ലഡ്ഡു കഴിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യപ്പെട്ടാണ് രാധിക ലഡ്ഡു കഴിക്കുന്നത്. അല്ല എൻ്റെ ഗീതു, എന്താ ഗോവിന്ദേട്ടൻ പറയാന്ന് പറഞ്ഞ രഹസ്യം? നിനക്കറിയായിരിക്കും. നിനക്കറിയാത്ത ഒരു രഹസ്യവും ഗോവിന്ദേട്ടൻ്റെ മനസ്സിലില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ രേഖേച്ചി ഇവിടെ തെറ്റി. ഗോവിന്ദേട്ടനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പരമാവധി ചോദിച്ചു, ഒരു രക്ഷയുമില്ല. 5 മണിയാവുമ്പോൾ എല്ലാവരോടും കൂടെ ഒരുമിച്ച് പറയാമെന്നും പറഞ്ഞ് എനിക്ക് സസ്പെൻസ് തന്നിരിക്കുക. അത് കേട്ടതും അങ്ങനെയൊക്കെയാണോ? എന്നാൽ പിന്നെ ഗോവിന്ദേട്ടൻ വരട്ടെ. എന്ത് ചെയ്യാനാ, അപ്പം മുതലേ പുള്ളിക്കാരൻ ഫോണില്ല, വരുമ്പോൾ ചോദിക്കാം. ഈ സമയം നമ്മുടെ ഗോവിന്ദ് വരിക. എല്ലാവരും ഗോവിന്ദേട്ടന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും ഗോവിന്ദേട്ടാ, ഇത്ര നേരമായിട്ടും ആ രഹസ്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ആ സന്തോഷ വാർത്ത പറയാലോ. ഷേണായി ഗ്രൂപ്പിൻ്റെ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുക. സത്യം
പക്ഷേ വരുണും നമ്മുടെ രാധികയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല, മറിച്ച് ഞെട്ടലാണ്. എന്തായി കേൾക്കുന്നത്? ആ പ്രോജക്റ്റ് ചോർത്തിയതല്ലേ എന്നും ആലോചിക്കുകയാണ്. ഈ സമയം കണ്ണേട്ട സത്യമാണോ ഈ പറയുന്നേ? പിന്നെ അല്ലാതെ, അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാ 5 മണി വരെ കാത്തിരുന്നത്. ആ പ്രോജക്റ്റ് ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ഗീതു ആദ്യം മുതലേ അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അയച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷേണായി എല്ലാം കണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും ചോർത്തിയതാണ് ചേതൻ ഗ്രൂപ്പ് എന്ന് ഷേണായിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഷേണായി അവരെ ബ്ലാക്ക് ലിസ്റ്റിലാക്കി ആ പ്രോജക്റ്റ് നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ത്രില്ലിലാണ് ഞാൻ. അത് കേട്ടതും ഈശ്വര, പണിപ്പാളി എന്ന മട്ടിൽ വരുൺ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗീതു, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഷേണായുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് നീയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് നിനക്കാ. ഏയ് ഇല്ല ഗോവിന്ദേട്ടാ, അതെനിക്കല്ല. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് കണ്ണേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിൻ്റെ ഫലമാ ഇപ്പം ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടിയത്. ഇതിൻ്റെ ക്രെഡിറ്റ് കണ്ണേട്ടനാ, അല്ല നിനക്ക, അല്ല കണ്ണേട്ടനാ. ഷെടാ, ഇത് ആരെങ്കിലും ഒന്ന് തീരുമാനിക്കും. അപ്പം അയ്യപ്പൻ നായർ, അന്ന് ഡബിൾ മടങ്ങ് സന്തോഷ. അപ്പം ഞാൻ ഈ ലഡ്ഡു മൊത്തം കഴിക്കും എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ എല്ലാ ലഡ്ഡു എടുത്ത് തിന്നുക. അയ്യപ്പണ്ണ, ഞാൻ തിന്നിട്ടില്ല, നീ തിന്നണ്ട ബോഡി എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ മൊത്തം ലഡ്ഡുവും കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോട്, ഗീതു, ഇന്ന് ഡബിൾ മടങ്ങ് സന്തോഷ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രോജക്റ്റ് തിരിച്ചു കിട്ടിയ സന്തോഷം എനിക്ക് ഒരുപാടുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ടാ ഗീതു. എല്ലാത്തിനും എനിക്ക് സന്തോഷങ്ങൾ ഒരുപാടാ എന്നൊക്കെ പറയണം. അപ്പോൾ രാധിക, ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് നമ്മൾ ആരെങ്കിലും ഒറ്റിക്കൊടുത്തു ഇവരറിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും വരുണിനൊരു ഫോൺ വരിക. ഫോൺ വന്നതും വരുൺ എടുക്കാൻ പോയപ്പോഴേക്കും ഗോവിന്ദ് അത് ചാടിയെടുത്തു. എന്നിട്ട് വരുണിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഫോണ് സുവർണയുടേതായിരുന്നു. സുവർണയുടെ പേര് കണ്ടതും ഗോവിന്ദ്, ഒരാളും ഒരക്ഷരം മിണ്ടിപ്പോരുത്, മിണ്ടിയ ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. ഈ സമയം അയ്യപ്പൻ നായർ വരുണിനെ പിടിച്ചു വെച്ചു. അപ്പോൾ ഗോവിന്ദ് ഫോൺ എടുക്കുക. ഫോൺ എടുത്തതും, ഹലോ സാർ, നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ല. ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് കൊടുത്ത ആ പ്രോജക്റ്റ് ഷേണായി തിരിച്ചെടുത്തു. അത് AGM-ന് തന്നെ കൊടുത്തു. നമ്മൾ ചെയ്തതാണ് മണ്ടത്തരം. ഗീതുവിനെ കൊടുക്കാൻ നോക്കിയതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇതിന് അവർണികയുടെ പേര് മാത്രം മതിയായിരുന്നു. അവർണികയാണ് ചതിക്കാൻ നോക്കിയെന്നും പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിനിടയിൽ ഗീതുവിൻ്റെ പേര് വന്നതാ പ്രശ്നമായത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചതാ, പണം ഒരുപാട് കിട്ടുമെന്ന് കരുതി. പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി എന്തായാലും അവരോട് വാങ്ങിയ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരെന്നെ മാത്രമല്ല സാറിനെയും കൊല്ലും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതൊക്കെ ഇനി ഒന്നും നടക്കില്ല സാർ. ആ ഗീതാഞ്ജലിയെ കൊടുക്കാൻ നോക്കിയ നമ്മൾ ചെയ്ത തെറ്റായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ആണെങ്കിൽ എന്നെ മാറി വിളിച്ചുകൊണ്ടിരിക്കുക. അറിയാലോ അവരുടെ സ്വഭാവം, വെട്ടൊന്ന് തുണ്ട് രണ്ട. അവരൊന്ന് തീരുമാനിച്ചത് നടന്നില്ലെങ്കിൽ അവരെ സഹായിക്കാൻ നിന്നവരെ പോലും അവർ കൊല്ലും. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് സാർ. എന്തായാലും ഞാനാകെ ആഗ്രഹിച്ചതാ ഒരുപാട് ഈ പണം നമുക്ക് കിട്ടുമെന്ന്. അതിപ്പോൾ മൊത്തത്തിൽ അങ്ങ് പോയല്ലോ സാർ എന്നൊക്കെ പറയും. സമയം സുവർണ, നീ ഫോൺ കട്ടി, ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഒച്ചയിടുക. അപ്പോഴേക്കും അയ്യപ്പൻ നായർ വരുണിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. അപ്പോൾ സുവർണ, സാറെന്തോന്നും മിണ്ടാത്തെ? ഹലോ സാർ, ഞാൻ ഒരുപാട് മോഹിച്ചതാ സാറുമായിട്ടുള്ള വിവാഹം. ഈ പ്രോജക്റ്റെല്ലാം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം ഉടനെ നടന്നായിരുന്നു. ഇതിപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ സാർ. ഇനി നമ്മുടെ കല്യാണം ഒരുപാട് വൈകും എന്നൊക്കെ പറയാ. അത് കേട്ടതും രേഖയുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന വേദനയാ. രേഖയ്ക്ക് ഭയങ്കര കരച്ചിലാ രേഖ. ഈ സമയം നമ്മുടെ ഗോവിന്ദ് വരുണിനെ തുറച്ചു നോക്കുക. സാർ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് പൈസ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. അല്ലെങ്കിൽ പൈസ സാറിൻ്റെ നിന്ന് മേടിച്ചതാ, തിരിച്ചു കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക. ഹലോ സാർ, ഇതെന്ത് ഇയാൾ ഫോൺ കട്ട് ചെയ്തേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സുവർണ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ്, എടാ, ഈ കുടുംബത്തെ ചതിച്ചതും AGM-ന് വന്ന പ്രോജക്റ്റ് ചോർത്തിയതും നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ അതിൽ ഒരു സംശയം മാത്രം വെച്ചാൽ പോരല്ലോ, തെളിവ് സഹിതം കക്ഷിയെ പൊക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. വരുണേട്ടാ, ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം.
അതെ, വരുണേട്ടൻ ഇവിടെ നിന്നും പ്രോജക്റ്റ് ചോർത്തിയത് ഞാനാണെന്ന് പറയാൻ വേണ്ടി ആവേശത്തിന് പോയി ലാപ്ടോപ്പ് എടുത്തില്ലേ, എന്നിട്ട് ലാപ്ടോപ്പ് തുറക്കാമെന്ന് വരുണേട്ടൻ പറഞ്ഞപ്പോൾ ഞാനത് തട്ടിപ്പറിച്ച് ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ കണ്ണേട്ടൻ വരുണേട്ടൻ തുറക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാനാകെ തകർന്നു പോയായിരുന്നു. എന്നാ അതിനിടയിൽ ആവേശം മൂത്ത് വരുണേട്ടൻ ലാപ്ടോപ്പ് തുറക്കാൻ പോകുന്ന സമയത്ത് കണ്ണേട്ടൻ എന്നെ ഒന്ന് നോക്കിയായിരുന്നു. ആ നോട്ടത്തിൽ എനിക്കുള്ള ഉത്തരവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പിൻ്റെ ID പറഞ്ഞു തന്നത്. പാസ്വേഡ് പറഞ്ഞു തന്നോണ്ടേ എന്തായാലും വരുണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ആ തെറ്റ് ചെയ്തത് വരുണേട്ടനാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. എന്തായാലും വരുണേട്ട, ഈ കാര്യം ഇത്രയും വലിയതായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഈ കുടുംബത്തെ ചതിച്ച ഇവനെ എന്താ ചെയ്യേണ്ടത്? അറയ്ക്കൽ തറവാടിനെയും AGMനെയും ചതിച്ച വരുണിനെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് കേട്ടതും രാധികാകെ ഞെട്ടലോട് കൂടെ തന്നെ നിൽക്കുക. അപ്പോൾ വരുണാണെങ്കിൽ രേഖയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക. ഈ സമയം അയ്യപ്പൻ നായർ കൊല്ലണം, ഇവനെ കൊല്ലണം, ഇവനെ ജീവനോടെ വിടരുത്. കുഞ്ഞൊരു വാക്ക് പറ, അറയ്ക്കലിനെയും AGMനെയും തകർത്ത ഇവനെ ഇനി ജീവനോടെ വെച്ചേക്കണ്ടെന്ന് ഒരു വാക്ക് പറ, ഞാൻ തീർത്തു തരാം. അങ്ങനെയെങ്കിലും ഇവിടത്തെ ചോറ് കഴിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ നന്ദിയെങ്കിലും ഞാൻ കാണിക്കാം. ഈ വയസ്സാങ്കാലത്ത് ഒരു ഗുണമില്ലാത്ത ഈ കിളവനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടാവട്ടെ എന്നും നമ്മുടെ അയ്യപ്പൻ നായർ. അത് കേട്ടതും രാധിക ആകെ ടെൻഷനായി. രേഖ നേരെ വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നാണോ മാനോ ഇല്ലേ നിങ്ങൾക്ക്? ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നാം പ്രതിയെ രക്ഷിക്കാൻ നിങ്ങളെന്തിനാ പെടാപ്പാട് പെടുന്നത്? പറ വരുണേട്ട, ഒന്നാം പ്രതി ആരാണെന്ന് പറ. എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും യഥാർത്ഥ പ്രതി ആരാണെന്ന് പറയാതെ നിങ്ങൾ ഇവിടെ നിന്ന് ഈ കാണിച്ചു കൂട്ടുന്നൊന്നും ശരിയല്ല എന്നും പറയണം. ഇത് കേട്ടത് രാധിക, ഇറങ്ങിപ്പോടാ, AGMനെയും ഈ കുടുംബത്തെയും തകർത്ത നീ ഇനി ഈ വീട്ടിൽ വേണ്ട എന്നും പറഞ്ഞ് വരുണിനെ പിടിച്ചൊരു ഒറ്റ തള്ള്. അപ്പോഴേക്ക് വരുൺ വാതിലിനടുത്തേക്ക് തെറിച്ചുപോയി. ഈ സമയം വരുണ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുമോ നമ്മുടെ രാധിക. പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്ന മട്ടിൽ. അപ്പോൾ നമ്മുടെ രേഖ, എന്നാലും വരുണേട്ടാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഇവിടെ നിന്ന് തിന്ന ചോറിൻ്റെ നന്ദിയെങ്കിലും കാണിക്കുക. ഈ വീട്ടിൽ നിന്ന് ചീത്തപ്പേര് കേട്ട് ഇറങ്ങുന്ന അവസാന നിമിഷമെങ്കിലും ആരാണ് നിങ്ങളെ ഇതിനൊക്കെ തൂണ്ടിവിടുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ട് വരുണേട്ടാ. ഞാനും കൂടെ വരാം, നിങ്ങളുടെ കൂടെ ഞാനും കൂടെ വരാം. ഇനി എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങളുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് എന്നെ മാത്രം ഇവിടെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ടും അവരെയൊക്കെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാനും വരാം, നിങ്ങളോടൊപ്പം ഞാനും ഇറങ്ങാം. പക്ഷെ പടി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ചു പറയണം. ആരാണ് നിങ്ങളെ ഇതിനൊക്കെ തൂണ്ടിവിടുന്നതെന്ന് പറയണം. അത് കേട്ടതും നീ എൻ്റെ കൂടെ ഒന്നും വരണ്ട. അങ്ങനെ ഒരു ചീത്ത പെണ്ണായി നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ഒരു ചീത്ത പെണ്ണ നീ, തെരുവിൽ നാട്ടുകാരെ കൊണ്ട് ചീത്തപ്പേര് കേൾപ്പിച്ച ചീത്ത സ്ത്രീ. അത് കേട്ടതും രേഖ ആകെ തകർന്നു പോയി. അപ്പോൾ ഗോവിന്ദ് വരുണിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. ഇവള് ചീത്തയാണോടാ? നിന്നെ മാത്രം സ്നേഹിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ച് നീ വിളിച്ചടുത്തേക്ക് നിന്നെ കാണാനായിട്ട് വന്ന ഇവള് ചീത്ത അല്ലേ? അപ്പം നിന്നെ എന്തു പറയണം എന്നും ചോദിക്കുകയാണ്. ഏട്ടാ, ഇത് എൻ്റെ ജീവിതമാണ്, ഏട്ടൻ ഇതിൽ ഇടപെടണ്ട. ഏട്ടനും അമ്മയും കൂടിയാ എൻ്റെ തലയിൽ ഇവളെ കെട്ടിവെച്ചത്. അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചു വരുത്തി ഇവളുടെ ജീവിതം നശിപ്പിച്ചതിന് ഇവൾക്ക് എന്ത് സമാധാനമായിട്ടാ നീ കൊടുക്കാൻ പോകുന്നേ? അത് കേട്ടതും ഒരു വൃത്തികെട്ട പെണ്ണിന് ഞാനെന്ത് സമാധാനം കൊടുക്കാനാ? ഞാൻ ചീത്തയാണല്ലേ? നിങ്ങളുടെ സ്നേഹം സത്യമാണ്, നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ വിളിച്ചെടുത്ത് നിങ്ങളെ കാണാൻ വന്നത് ഞാൻ ചെയ്ത തെറ്റ്. അതിന് എന്നെ ശിക്ഷിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളെ ശിക്ഷിക്കാൻ ദൈവം ഉണ്ടാവും. നോക്കിക്കോ, നിങ്ങളിതിനെ അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകില്ല. എന്തൊക്കെ സംഭവിച്ചാലും യഥാർത്ഥ പ്രതിയെ പിടിക്കുമ്പോൾ ഗോവിന്ദേട്ടനും ഗീതുവിനൊക്കെ മനസ്സിലാവും ഇവിടെ ആരാണ് യഥാർത്ഥ പ്രതിയെന്ന്. അന്നേരം എല്ലാം നിങ്ങൾ തുറന്നു പറയേണ്ടി വരും വരുണേട്ടാ. ഞാൻ ചീത്തയാ, എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ സഹിക്കാം, ഞാൻ ചീത്തയാ. പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊരിക്കലും സമാധാനം തരില്ല. നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. നോക്കിക്കോ, ഇനി നിങ്ങൾക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവില്ല വരുണേട്ടാ. എന്ത് വേണേലും പറഞ്ഞോ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ ചീത്തയാ. നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളെ വിളിച്ചെടുത്തേക്ക് ഇറങ്ങി വന്ന ഞാൻ വെറും പിഴ. എല്ലാം മനസ്സിലായി. പറഞ്ഞോ, എന്ത് വേണേലും പറഞ്ഞോ. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാമല്ലോ എന്നോട്. നീ ഇവിടെ വെറും കൂലിയില്ലാതെ നിൽക്കുന്ന ഒരു വേലക്കാരി മാത്രമാടി. അല്ലാതെ നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കണ്ടിട്ട് പോലുമില്ല.
വരുൺ മിണ്ടരുത്, ഇനിയൊരക്ഷരം നീ മിണ്ടരുത്. കുഞ്ഞെ ഒരു വാക്ക് പറ, ഞാനിവനെ കൊന്നു തരാം. ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം അറയ്ക്കൽ തറവാടിനെയും ഈ പാവപ്പെട്ട പെണ്ണിനെയും ചതിച്ച ഇവൻ ഇനി ജീവനോടെ ഇരിക്കരുത്. ഇവനെയൊക്കെ കൊന്നിട്ടാണെങ്കിലും സമാധാനം ഈ കുടുംബത്ത് കണ്ടെത്തണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ നിൽക്കുക. ഇതെല്ലാം കണ്ടപ്പോൾ സങ്കടം സഹിക്കാനാകാതെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. ഈശ്വര, രേഖേച്ചിക്ക് ഒരാപത്ത് സംഭവിക്കരുത്. രേഖേച്ചി ഒരു പാവ, വരുണേട്ടനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, വിശ്വസിച്ചു. അതാണ് രേഖേച്ചി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.